യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി. നമസ്കാരം, ഞാൻ ഡോക്ടർ സാജിദ, അമ്പലവയൽ സഹ്യ ആയുർവേദ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വന്ധ്യതാ ചികിത്സയിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. എന്താണ് വന്ധ്യത? ഇത് സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണോ? ഒരിക്കലുമല്ല. ഇന്ന് കാണപ്പെടുന്ന വന്ധ്യതയിൽ 40% പ്രശ്നം സ്ത്രീകൾക്കാണെങ്കിൽ അതുപോലെ തന്നെ 40% പ്രശ്നം പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഒരു 20% ഒരു കാരണവുമില്ലാതെ വന്ധ്യതയിലേക്ക് നയിക്കുന്നതായും കാണപ്പെടുന്നു. എപ്പോഴാണ് ഒരു വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ സമീപിക്കേണ്ടത്? ഏകദേശം 1 വർഷത്തോളം കാലം ഭാര്യ ഭർത്താക്കന്മാർ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയും എന്നിട്ടും ഒരു പ്രഗ്നൻസി വരാത്ത അവസ്ഥയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതായി വരുന്നത്. ഇപ്പോഴത്തെ ജീവിത രീതിയും ഭക്ഷണ രീതിയും വ്യായാമത്തിന്റെ കുറവുമെല്ലാം പലവിധ രോഗങ്ങളിലേക്കും നയിക്കുന്നു. ഇത് വന്ധ്യതയ്ക്ക് കാരണമാവുന്നു. ചെറുപ്രായത്തിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുന്നതായിട്ട് കാണപ്പെടുന്നു. ഈ ജീവിതശൈലി രോഗങ്ങളും വന്ധ്യതയിലേക്ക് നയിക്കുന്നുണ്ട്. ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, അമിതവണ്ണം, ഇതെല്ലാം തന്നെ വന്ധ്യതയിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഗർഭപാത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഗർഭാശയത്തിൽ കാണപ്പെടുന്ന മുഴകൾ, ഗർഭാശയത്തിന്റെ ഉൾഭിത്തിക്ക് കട്ടി കൂടുതലായിട്ടുള്ള അവസ്ഥ, കട്ടി കുറഞ്ഞ അവസ്ഥ, അതുപോലെ അഡിനോമയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഇതെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ഡാശയവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അണ്ഡോൽപാദനം കൃത്യമായി നടക്കാതെ വരിക, അണ്ഡത്തിനൊരു ക്വാളിറ്റി കുറവ് ഉണ്ടാവുക, അതുപോലെ തന്നെ അണ്ഡാശയത്തിൽ കാണപ്പെടുന്ന മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഇതെല്ലാം തന്നെ വന്ധ്യതയിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ അണ്ഡവാഹിനി കുഴലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അതിൽ കാണുന്ന നീർക്കെട്ട്, അണ്ഡവാഹിനി കുഴലുണ്ടാകുന്ന ബ്ലോക്കുകൾ, ഇതെല്ലാം തന്നെ അണ്ഡവും ബീജവും കൂടിച്ചേരുന്നതിനെ തടയുകയും അത് വന്ധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ പുരുഷന്മാരിൽ ബീജത്തിന്റെ അളവിലുള്ള കുറവ്, ചലനശേഷിയിലുള്ള കുറവ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇതെല്ലാം തന്നെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. കൃത്യമായ കാരണം കണ്ടെത്തി അതിന് ചികിത്സ നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, മിഡിൽ ഏജിലുള്ള മിക്ക ആളുകളും ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ് നയിക്കുന്നത്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ്ഡ് ആവുകയും അവരുടെ ജോലി സംബന്ധമായതാവാം, അല്ലെങ്കിൽ മറ്റു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളതാവാം, വളരെ ചെറിയ കാര്യങ്ങൾ വരെ വളരെ ഉള്ളിലേക്കെടുത്ത് ടെൻഷൻ അനുഭവിച്ച് ആ ഒരു രീതിയിൽ സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ വർദ്ധിക്കുകയും, അതായത് കോർട്ടിസോളിന്റെ ഉൽപാദനം അമിതമായി ശരീരത്തിൽ ഉണ്ടാവുകയും, ഈ കൂടുതലായിട്ടുള്ള കോർട്ടിസോൾ ശരിക്കും GnRH ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നു. ഇത് ഓവുലേഷൻ, സ്പേം പ്രൊഡക്ഷൻ, ഇതിനെയെല്ലാം ബാധിക്കുന്നതിന് കാരണമാകുന്നു. ഇത് വന്ധ്യതയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ യോഗയും ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ശരിക്കും യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറച്ച് ആസനാസ്, കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ്. എന്നാൽ ശരിക്കും യോഗയിൽ ഈ ആസനാസ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ പ്രാണായാമം, മെഡിറ്റേഷൻ, യോഗനിദ്ര, വിഷ്വലൈസേഷൻ തുടങ്ങി എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലായി കിട്ടുന്ന സ്ട്രെങ്തിനോട് കൂടെ തന്നെ മെന്റലി കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവുന്നതിനും നമ്മളെ ഒരു ബാലൻസ്ഡ് സ്റ്റേജിൽ മുന്നോട്ട് പോവാനുമെല്ലാം ഈ യോഗ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. വന്ധ്യത ചികിത്സയ്ക്കായി എത്തുന്ന ഒട്ടുമിക്ക ആളുകളും സ്ട്രെസ്ഡ് ആയിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെസ് കൺട്രോൾ ആയാൽ, അവർ മെന്റലി ഫ്രീ ആയാൽ തന്നെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ചികിത്സയുടെ ഒരു പകുതി സക്സസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1-2 ദിവസം യോഗ ചെയ്തത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല.
കൃത്യമായി തുടർച്ചയായ പ്രാക്ടീസുകൾ ആവശ്യമാണ്. മെഡിറ്റേഷൻ, പ്രാണായാമം, അതുപോലെ തന്നെ ആസനാസ് എല്ലാം കൃത്യമായിട്ട് ഒരു ലോങ് ഡ്യൂറേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലിയും മെന്റലിയും നമുക്ക് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആവാൻ പറ്റും എന്നതിൽ ഒട്ടും സംശയമില്ല. നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന വന്ധ്യതയെ ഒരു പരിധിവരെ ഇതിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. കൃത്യമായ ഭക്ഷണ ചിട്ടയും അതുപോലെ കൃത്യമായ എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, ഇതിൻ്റെ എല്ലാം കൃത്യമായ പ്രാക്ടീസ് നമ്മളെ മെൻ്റലി ഒരു ബാലൻസ്ഡ് ആക്കുന്നതോട് കൂടെ തന്നെ ഫിസിക്കലി കൂടെ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാകാൻ സഹായിക്കുന്നു. ശരിക്കും ആസനകളിൽ സ്ത്രീ രോഗങ്ങൾക്ക് മാത്രമായി സ്പെഷ്യലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് യോഗാസനങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായ ഒരു യോഗ ട്രെയിനറുടെ അടുത്ത് നിന്ന് ഇതൊക്കെ ശീലിക്കാവുന്നതാണ്. PCOD, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ്, പെൽവിക് ഏരിയയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഗർഭപാത്രം പെട്ടെന്ന് തുറന്നു പോകുന്ന ചില പേഷ്യൻസിനെല്ലാം 5 മാസത്തിൽ 6 മാസത്തിൽ ഗർഭപാത്രം പെട്ടെന്ന് തുറന്നു പോയി, ഫ്ലൂയിഡ് ലീക്കായി, അതുകൊണ്ട് തന്നെ കുഞ്ഞ് മരണപ്പെട്ടു. ആ രീതിയിലുള്ളതൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും. ഇത് ഗർഭപാത്രം കുറച്ചുകൂടി സ്ട്രെങ്തൻ ആവുന്നതിനും പെൽവിക് ഏരിയയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കൂടുന്നതിനും നമ്മളെ പെൽവിക് ഓർഗൻസിനെ എല്ലാം സ്ട്രെങ്തൻ ആക്കുന്നതിനും ഈ ആസനാസ് എല്ലാം വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ബദ്ധകോണാസനം എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ പോസ്, അതുപോലെ തന്നെ സേതുബന്ധാസനം, വിപരീത കരണി, അതുപോലെ ശവാസനം വിത്ത് ബെല്ലി ബ്രീത്ത്, ഇതെല്ലാം തന്നെ നമ്മളെ പെൽവിക് ഏരിയയെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ആസനാസ് ആണ്. കൃത്യമായി ഒരു യോഗ ടീച്ചറുടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ ഓരോരുത്തർക്കും ഉചിതമായ ആസനാസ് ശീലിക്കാവുന്നതാണ്. ഇതിനോട് കൂടെ തന്നെ കൃത്യമായ പ്രാണായാമ പ്രാക്ടീസ്, നാഡീശോധന, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ ബ്രീത്തിങ് ടെക്നിക്കുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ബോഡിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബ്രീത്ത് കൺട്രോളിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് ഏകദേശം ഒരു കൂളായ ഒരവസ്ഥയിലേക്ക് എത്തുന്നതായി നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു യോഗ പ്രാക്ടീസ് ശരിക്കും വന്ധ്യതാ ചികിത്സയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റോളാണ്. വന്ധ്യതാ ചികിത്സയിൽ ഒരു നല്ല റോളാണ് ഈ ഒരു യോഗയ്ക്കുള്ളത്. അതുകൊണ്ട് കൃത്യമായി യോഗ ശീലമാക്കുക. യോഗയോട് കൂടെ തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എന്താണോ ബുദ്ധിമുട്ട് അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടതായി വരും. ഇപ്പൊ ഗർഭപാത്ര സംബന്ധമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ PCOD ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എക്സസൈസ്, ഫുഡ് കൺട്രോള്, അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ മെഡിസിനും കൂടി നമ്മൾ ആ ഒരു ഡോക്ടർ പറയുന്ന കാലയളവിൽ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഓരോ ബുദ്ധിമുട്ടുകളും ചികിത്സിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് എത്ര ലോങ് ഡ്യൂറേഷനുള്ള, ഇപ്പം മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷമായി, 12 വർഷമായി, ഇനി നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ച് നമ്മുടെ മുന്നിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് അലോപ്പതി മെഡിസിൻ എടുത്ത് IVF ചെയ്ത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവോ എന്നുള്ളത് അവർ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അങ്ങനെ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായ രീതിയിൽ എക്സസൈസും ഫുഡ് കൺട്രോളും അതിൻ്റെ കൂടെ യോഗയോ മറ്റ് മെഡിറ്റേഷൻ അതുപോലെയുള്ള നമ്മളെ മെൻ്റലി കൂടെ കുറച്ച് സ്ട്രോങ് ആവുന്ന ടെക്നിക്കുകൾ കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിൽ മരുന്നുകൾ സേവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര വർഷമായിക്കൊള്ളട്ടെ, 10 15 എത്ര വർഷമായാലും നമുക്കതൊരു നല്ല റിസൾട്ടിലേക്ക്, നമ്മളൊരു കുഞ്ഞ് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും ശരിക്കും മെൻ്റലി ഡൗൺ ആവേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ PCOD ആണെങ്കിൽ അതിന് കൃത്യമായ വർക്കൗട്ടും ഫുഡ് കൺട്രോളും അതിൻ്റെതായ മെഡിസിനും കൃത്യമായി ഫോളോ ചെയ്താൽ അത് എത്ര വർഷം ഉള്ളതായിക്കോട്ടെ, എത്ര മാസം പീരീഡ്സ് ഇല്ലാത്തതായിക്കോട്ടെ, നമുക്കത് വളരെ കൃത്യമായി റൂട്ടിലാക്കി കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഇതെല്ലാം നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ്, മറ്റ് PID പോലെയുള്ള കണ്ടീഷൻ, ഗർഭപാത്ര മുഴകൾ എല്ലാം തന്നെ നമുക്ക് അതിന് വേണ്ട ചികിത്സകൾ എന്താണോ അത് സ്വീകരിച്ച് നമ്മൾ മൈൻഡ് കോൺഫിഡൻ്റ് ആക്കി വെച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു ചികിത്സ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. യോഗദീപ്തി.
ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി.